അപ്പൊ പ്രിയ തിയേറ്റർ കംപ്ലീറ്റ് ഫുള്ളായി. എമ്പുരാൻ സിനിമ വലിയൊരു സക്സസ് ആവണം, അങ്ങനെ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ തള്ളി ബൂസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഈ റീല് വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്, എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പാലക്കാട് പ്രിയ എടുത്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രിയ തിയേറ്ററിൽ ആദ്യത്തെ ദിവസം ഇപ്പോഴും ടിക്കറ്റ് അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഫുള്ള് മാത്രമാണ്. ഫ്രണ്ടിലൊക്കെ ഒരുപാട് ടിക്കറ്റ് അവൈലബിൾ ആണ്. അവർ ഫുൾ ആണെന്നാണ് പറയുന്നത്, ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ള രീതിയിൽ. അവർ പ്രിയദർശിനിയും ഓപ്പൺ ആക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്രിയദർശിനിയിൽ 11:35 ഷോ ഫുൾ ആണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എടുത്ത് നോക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ ടിക്കറ്റ് അവൈലബിൾ ആണ്. അതുപോലെ പ്രിയദർശിനിയിലുള്ള മറ്റുള്ള ഷോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 9:35, അതായത് രാവിലത്തെ ഷോ ആണെങ്കിൽ ഇഷ്ടംപോലെ ടിക്കറ്റ് അവൈലബിൾ ആണ്. എന്നിട്ടാണ് അവർ പറയുന്നത് ടിക്കറ്റ് ഫുൾ ആണെന്നുള്ള രീതിയിൽ. ഇത് ഓൾമോസ്റ്റ് ഫുൾ എന്ന് പോലും അല്ല അവർ പറയുന്നത്. പിന്നെ ഫ്രൈഡേയിലൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് പ്രിയയിലൊക്കെ ഗ്രീൻ ആണ് കാണുന്നത്. സിനിമ വലിയ ഹിറ്റാണ്, വലിയ രീതിയിൽ ബുക്കിംഗ് നടക്കുന്നുണ്ട്. വലിയൊരു വിജയമാവട്ടെ മലയാള സിനിമയിൽ, ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള കളക്ഷൻ നേടട്ടെ, അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് തിയേറ്റർ ഓണേഴ്സോ അതല്ലെങ്കിൽ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ പ്രചരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇപ്പോഴും ടിക്കറ്റ് അവൈലബിൾ ആണ് എന്നിട്ട് പറയുന്നു ഫുള്ളാണ്, ഷോ ആഡ് ചെയ്ത് അതും ഫുള്ളാണ്. ഈ രീതിയിൽ ഈ റീലുകൾ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടും. എന്നിട്ട് ഇത് 5-6 കൊല്ലം കഴിഞ്ഞിട്ട് പറയും, കേട്ടോ അന്ന് 2025 എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ ടിക്കറ്റും പ്രിയയിലും പ്രിയദർശിനിലും ഫുൾ ആയിട്ടുണ്ട്. വീഡിയോ ആ സമയത്ത് കാണും. ആ സമയത്ത് നമുക്കിത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് പറയാണ്, ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയൂ. അതല്ലെങ്കിൽ ഇത് പ്രൊമോഷന്റെ ഭാഗമാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. ഏതായാലും സിനിമ വലിയൊരു സക്സസ് ആവട്ടെ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നിയത്? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റ് ത്രൂ അറിയിക്കുക.